വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടടക്കിട്ട് തുള്ളിയാമിനുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്. മോളെ ഇന്ന് ക്ലാസ്സിന് പോണ്ടോ? എന്താ മിസ്സേ, എന്ത് പറ്റി? ഇന്ന് മോളെ കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നിന്നെ കാണാനോ? അതെ മോളെ, എന്നാണ്? ജബലീന്നാണല്ലേ പേര്? ആ, അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ അറിയാം. അല്ല, എന്റെ പേരറിയണ്ടേ? എന്റെ പേര് റംസാൻ. ഏജന്റ് അവിടെ ഒന്നും ഉണ്ടാത്തേ? എന്നെ ഇഷ്ടായില്ലേ? അങ്ങനൊന്നുമില്ല. ഞാനെന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടായി. അതാ പിന്നെ നേരിട്ട് വന്ന് ഇവിടെ പെണ്ണ് ചോദിച്ചേ. പക്ഷെ ഇജ്ജ് പേടിക്കണ്ട കേട്ടോ, ആനക്ക് ഇഷ്ടമില്ലാതെ ഇതൊന്നും നടക്കൂല. ഹലോ ഹലോ, ആ ജബലി അല്ലേ? ആടി, എന്തേ ഇജെന്താ ക്ലാസ്സിന് വരാഞ്ഞേ? ബുക്കിനുള്ള പൈസയും കൊടുത്തിട്ട് ഇജെന്താ മുങ്ങിയത്? എടി, ബുക്കിനുള്ള പൈസ കൊടുത്തിട്ടോ? ആ, ഇന്ന് പൈസ കൊടുത്തവർക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. എൻ്റെ നിൻ്റെ തന്നിട്ടുണ്ട് മിസ്സ്. എടി, അതിന് ഞാൻ പൈസ കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടില്ലാന്നോ? പിന്നെ എങ്ങനെ എൻ്റെ ബുക്കിൻ്റെ കയ്യിൽ തന്നെ? അത് എങ്കിൽ ശരി, എന്തായാലും നാളെ വായോ. ഓക്കെ അടി. എന്നാലും പഠിച്ചോനെ, എൻ്റെ പൈസ ആരാ കൊടുത്തേ? ജബലി മോളെ, എന്താ നിൻ്റെ മുഖത്തൊരു സങ്കടം? നിനക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല മിസ്സേ, ഞാൻ വെറുതെ ഇങ്ങനെ. അവർ നല്ല ആൾക്കാരാ മോളെ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസലിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ മോളുടെ ഭാഗ്യം. പിന്നെ മോളെ ബുക്കിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഹാ, അത് ശരി. അപ്പം മിസ്സാണല്ലേ പൈസ കൊടുത്തത്? എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു. ഞാനാണെങ്കിൽ പൈസയും കൊടുത്തിട്ടില്ല. മിസ്സിനെ ബുദ്ധിമുട്ടിയിട്ട് കൊടുക്കണ്ടായിരുന്നു. ഞാനൊന്നുമല്ല പൈസ കൊടുത്തത്, അവരാ പൈസ കൊടുത്തത്. ആര്? നിൻ്റെ പെണ്ണ് കാണാൻ വന്നവരെ നിനക്കറിയത്തില്ലേ? ഇല്ല, അതാരാ? അത് ശരി, അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? വെറുതെ അല്ല ഇങ്ങനെ. നമ്മുടെ സ്ഥാപനം പുതുതായിട്ട് വാങ്ങിയില്ലേ, അവരാ നിന്നെ കാണാൻ വന്നേ. അല്ല, ഇതിൻ്റെ മുതലാളിയാണോ എന്നെ കാണാൻ വന്നേ? എന്തിന്? അത് ശരി, അവർക്ക് നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പം പെണ്ണ് ചോദിച്ചു. പിന്നെ അവരെ പോലത്തെ വന്നിട്ട് പെണ്ണ് ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ കൊടുക്കാതിരിക്കുക? നല്ല ആൾക്കാരാ അവർ. അല്ല മിസ്, അതിന് ഓരിൻ്റെ എവിടെ നിന്നാണ് കണ്ടേ? അവർ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പം നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പെണ്ണ് ചോദിച്ചു. പിന്നെ ഇന്നലെ നമ്മൾ ബുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർ പൈസ കൊടുത്തു. ഒന്നാ, ഓരാളല്ലേ പൈസ കൊടുത്തേ?
ഓളെ പറ്റി ചിന്തിച്ച് കിടക്കാണോ അന്ന് പാടക്കൊള്ളു. സത്യം പറഞ്ഞു ഓളല്ലേ ചിന്തിച്ച്. ഓള് തേളുന്നൊന്നും വിളിക്കണ്ട, ഓളെന്റെ താത്തയാണ്. ആ ചെറിയ കുട്ടിയാ, ചെറുപ്പിക്കല്ലേ. ആ ചെറിയ കുട്ടി അതിന്റെ മുഖത്ത് നോക്കിയിട്ട് അതിനെ എങ്ങനെ താത്താന്ന് വിളിക്കുക? ഞാൻ പേരെ വിളിക്കുള്ളൂ. എന്തായാലും വിളിക്കാം. വിളിച്ചപ്പോ നിനങ്ങോട്ട് കയറിയെന്ന്. അതെ, എന്നാ നിക്കാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് വേണോ അതോ പെരുന്നാളിന്റെ മുന്നേ വേണോ? പെരുന്നാളിന്റെ മുന്നേ വേണം. കെട്ടാൻ മുട്ടി നിൽക്കണല്ലേ കൊച്ചു കള്ള കാമൊക്കെ. ഹായ്, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എടീ ഇന്നലെ വരാഞ്ഞിട്ടൊക്കെ ഭയങ്കര ബോറിങ് ആയിരുന്നു. അതിന് എനക്ക് ഇവിടെ കുറേ ഫ്രണ്ട്സില്ലേ, പിന്നെ എന്തിനാ ബോറിങ്? എല്ലാവരും അതിന് എൻ്റെ പോലെ അല്ലല്ലോ. അല്ലോ മാതി. പിന്നെ എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? എടീ ഇപ്പടത്തിൻ്റെ നിക്കാഹാടി. അല്ലാ, എൻ്റെ നിക്കാഹോ? എന്നിട്ട് ജിന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശരി, ഞാൻ തന്നെ ഇന്നലെ അറിഞ്ഞേ. എന്ത്? അത് ശരി, അപ്പോൾ ഒരു എന്നോട് ചോദിക്കാതെ നടത്തുന്നേ? അതല്ലടി, ഇന്നലെ എന്നോട് പറഞ്ഞു ക്ലാസ്സിന് പോകണ്ട, ആരോ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ അവർ കണ്ടുപോയി. പെട്ടെന്ന് നിക്കാഹ് വേണമെന്നാ പറയണേ. അല്ല, അപ്പം എൻ്റെ അഭിപ്രായം ഒന്നും ചോദിക്കൂലേ? എടി എന്നോട് ചോദിച്ച്. അപ്പം എനിക്കിഷ്ടമായ. എങ്ങനെയുണ്ട് ചെക്കൻ? മൊഞ്ചന? റോന, പിന്നെ എനിക്ക് വേറൊരു കാര്യം അറിയാം. എന്നെ പെണ്ണാണാൻ വന്നത് ആരാന്നറിയാം എനിക്ക്. എടി എനിക്കെങ്ങനെ അറിയാനാ? അജി പറയും. അതെ, ഞങ്ങൾ ഓർഫനേജ് പുതിയതായിട്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ, അവരാടിൻ്റെ പെണ്ണാണാൻ വന്നേ. ശരിക്കും? ഞാൻ ആകെ ഞെട്ടിപ്പോയി. എനിക്കാണെങ്കിൽ ഒരറിയൂലേന്ന്. പിന്നെ മിസ്സ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായേ. പിന്നെ ആണെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ പൈസ കൊടുത്തത് ഓരാ. ബുക്കിൻ്റെ പൈസ അതിന് ഇന്നലെയല്ല എൻ്റെ പെണ്ണാണാൻ വന്നതെന്ന് പറഞ്ഞേ. അതിന് മിനിയാന്നല്ലേന്നോ ലാസ്റ്റ് ഡേറ്റ് പൈസ കൊടുക്കണേ? അത് മിനിയാന്ന് ഓരങ്ങോട്ട് വന്നിരുന്നു. അപ്പം ഞാൻ മിസ്സിനോട് സംസാരിക്കണ കേട്ടുന്ന്. ഇല്ലടി, അപ്പം എൻ്റെ പഠിപ്പോ? ഒരു കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ വിടുന്നു പറഞ്ഞാ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ? അപ്പം എനിക്ക് പഠിക്കണ്ടേ? എൻ്റെ മിസ്സിനോട് പറയും ഇപ്പം തന്നെ വേണ്ടാന്ന്. അതൊന്നും പറ്റൂലടി. അതെന്താ പറ്റാത്തേ? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അത് പറ്റൂല. അതെന്താ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് ഈ ഓർഫനേജിലുണ്ട്. ഇവിടെ 18 വയസ്സായ അപ്പം പിടിച്ച് കെട്ടിക്കും. ഞാൻ ഫസ്റ്റ് തൊട്ടേ കണ്ട് ശീലിച്ചതാ. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അത് മാത്രമൊന്നല്ല, ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണ ചെക്കനെ അല്ലേ? സത്യം പറയും, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എടി മൊയിന്തേ, എനിക്ക് നമ്പർ ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ നമ്പറൊന്നും ചോദിച്ചില്ല, എനിക്ക് പേടിയാണ്. ഒരു പേടിക്കാരി. ഞാനൊക്കെ ആണെങ്കിൽ നമ്പർ വാങ്ങിയിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അതിൻ്റെ നമ്പറൊന്ന് കിട്ടുക? നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു അവനെ പഠിക്കാൻ വിടാൻ. നമ്പർ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. അതെന്താ? എടി, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുതലാളി അടിയത്. അത് ഞാൻ മറന്ന്. എടി, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രജിസ്റ്ററിലുണ്ടാവുമല്ലോ. ഉണ്ടല്ലോ. എടി, ഇന്ന് എടുത്തിട്ട് വാ. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. എടി ഉണ്ടടി പ്ലീസ് അടി ഒന്ന് താടി. ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടെ എന്നെ പഠിക്കാൻ വിടാൻ. നമ്പർ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? എന്ത് മോശം? എൻ്റെ ചക്കൻ്റെ നമ്പറല്ലേ? ഇത് എടുത്തിട്ട് വാ, നമുക്ക് വിളിച്ചു നോക്കാം. എടി, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ആരും അറിഞ്ഞേ? ഇതിപ്പോഴും ആ തള്ളാരം മാതിരി കാട്ടിക്കൂട്ടില്ല കേട്ടോ. എനിക്ക് തള്ള വൈബാടി, ഫുൾ തള്ള വൈബാ. മര്യാദക്ക് നമ്പർ എടുത്തിട്ട് നാളെ വന്നാൽ മതി. ഇവിടെ കൊണ്ട് ഇന്ന് നേരത്തെ കാലത്ത് വന്നിട്ടുള്ളൂ. എന്ത് പറ്റി? ഈയിടെ ഇത്രയും സമയം എവിടെയെന്ന്? എനിക്കൊന്ന് നേരത്തെ കാലത്ത് വന്നാന്താ? അത് ശരി, ഞാനൊന്ന് വരുന്ന സമയത്താ വന്നേ. ഇജിന്ന് പെൽച്ചക്കന്നെ വന്നിക്കണെന്ന് വിചാരിച്ചിട്ട് മീനാ വന്നിക്കല്ലേ? എടി, ഇജി നമ്പർ ഇങ്ങോട്ട് എടുക്ക്. നമ്പറാ? ഏത് നമ്പർ? പന്നി, എൻ്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ എന്നോട് ഇന്നലെ എന്തേ പറഞ്ഞീന്ന്? ഓരോ നമ്പറാ? ഓരോ നമ്പർ ഇങ്ങോട്ടാ. അല്ല, എന്നിട്ടിപ്പോൾ എന്താ കാട്ടാൻ പോണേ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? നമ്പർ ഇങ്ങോട്ട് എടുക്ക്. എടി, നായി പോലത്തെ അവളെ എന്തപ്പോ കാട്ടണേ? എൻ്റെ ഫോണിന്നാ വിളിക്കണേ? വേണ്ട, എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. അത് ശരി, എൻ്റെ ചെക്കനിക്ക് പിന്നെ എൻ്റെ ഫോണിൽ വിളിക്കാൻ നിൽക്കണം. അത് പള്ളിയിൽ പോയിട്ട് പറയിച്ച്. എടി, എന്തൊരു കച്ചറ കളിക്കണം? ഇങ്ങനെ വേണ്ടട്ടാ, അതൊന്നും ശരിയല്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഞങ്ങളെ നിൽക്കാഹല്ലേ, അപ്പം പിന്നെ നമ്പർ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എളുപ്പമായില്ലേ? എടി റോന, ജൈനിക്കല്ലേ? വേണ്ടട്ടാ, നിൻ്റെ ഫോണിൽ വിളിക്കണ്ട. അത് ശരിയാ. പിന്നെ ചെന്തിന് എനിക്ക് നമ്പർ കൊടുത്തു തന്നേ? ഞാൻ വിചാരിച്ചത് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നു. അഞ്ഞട്ടാ, എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണം. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കും.
ഇത് വിളിക്കണ്ട, ഞാൻ സമ്മതിക്കൂല. എനിക്ക് വല്ല നിർബന്ധമൊന്നുമില്ലല്ലോ വിളിക്കണം. എനിക്ക് വിളിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണം. എടി നമുക്കിടയിൽ അൻ്റെത് ഇൻ്റെത് എന്നൊക്കെ ഉണ്ടോ? ഓ, എൻ്റെ ഒരു കഴിവ് ഏതവസ്ഥയിലും സോപ്പിടാൻ പറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ എൻ്റെ മോളെ. എടി അത് ജന്മനാ കിട്ടിയ കഴിവാണ്. ഒരു കഴിവേറിയെന്ന് വേഗം വിളിക്കുന്ന എനിക്ക് പേടിയാവുന്നു. എടി എന്തിനാണ് കെട്ടിയോനിക്കല്ലേ വിളിക്കാൻ പോണ്? കെട്ടിയോനോ? കെട്ടിയിട്ടില്ല, കെട്ടുവിന് പടുത്ത് ഇങ്ങനെ. ഫൈനലി വിളിക്കാൻ പോവാൻ. വിളിക്കട്ടെ? പടച്ചവനെ, ഞങ്ങളിത് തെറ്റ് ചെയ്യാൻ പോണ്. ഹറാമ് ഹറാമ്. അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാന ജല്ല ജലാല്. ഓ, ഒരു സോലിഹത്തായ ഇബ്ലീസ് വന്നിക്കണം. എന്നാ പോടി പന്നി. ഉണ്ടല്ലേ, റിങ് ഉണ്ട്. ഹെടി ഇതിട്ട് റിങ് ചെയ്യുന്നടി ചോദിക്കടി. ആണെങ്കിൽ ചോദിച്ചാൽ മതി. ഇന്നൊക്കെ കൂടി ഇന്ന മണ്ടേ കിട്ടോ? പോയി പണിയൊക്കെ. പന്തി പോയി. ഹലോ 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 ഹലോ. ആദ്യം ഹലോ എന്ന് പറഞ്ഞാൽ ഞാനാണ്. പിന്നെ ഹലോ എന്ന് പറഞ്ഞാൽ ഞാനാണേ. ശരി. അല്ല, ആരാ? അത് ആരാന്ന് ചോദിച്ചപ്പോ എന്താ പറയാ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്, ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഓളെ പഠിപ്പിക്കാൻ വിടണം. ഓളില്ലാതെ എനിക്ക് പറ്റൂല. യാ റബ്ബേ, ഈ പന്നി എന്താണ് തലിമാലില്ലാത്ത വർത്താനം പറഞ്ഞു? എടി, ആരാണെന്നെങ്കിലും ഒന്ന് പറയടി. എന്തെങ്കിലും കൊടുത്തേക്ക്. ആരാ ചോദിച്ചോ? ഹലോ ഹലോ. ആരാ? അത് പേരെന്താടി? ജബിലി. പന്നി അൻ്റെതല്ല, ഇയാളെ പേര് പറയും. അത് റംസാന്. റംസാനല്ലേ? ഞാനേ ജബിലിന്റെ ഫ്രണ്ടാ. ഓ, ജബിലിന്റെ ഫ്രണ്ടോ? ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. എന്ത് കാര്യം? പറഞ്ഞു. അതെ, നിങ്ങളെ നിക്കാതെ കഴിഞ്ഞാ ഓളെ പഠിക്കാൻ വിടോ? വിടണോ? ആ, വിടണം. ഓൾക്ക് ഭയങ്കര ആഗ്രഹം പഠിക്കാന്. അപ്പോൾ ഓളിനോട് പറയാജൊന്ന് വിളിച്ചിട്ട് പറയുന്നു. എടിപ്പോ അന്ന് ഞാൻ കൊല്ലോടിത്തണ്ടി. ശരി. അല്ല, എന്നിട്ട് ഓളെവിടെ? ആ, ഓളുണ്ട്, ഇവിടെ അടുത്തുണ്ട്. കൊടുക്കണോ? കൊടുക്ക്. എടി, എന്നാ എനിക്കൊന്നും വേണ്ട, പൊടി. എടി, ഇന്നടി ഒന്ന് പിടിക്കുന്നത്. എനിക്കൊന്നും അടക്ക് വേണ്ട, പൊടി ഒന്ന് കട്ട് ചെയ്താളോ. എടി, ഇന്നടി പിടിക്ക്. എനിക്ക് വേണ്ട. എടി, ഇത് പിടിക്കലൊന്ന്. ഹലോ ഹലോ. എനിക്ക് പഠിക്കാൻ പോണോ? അല്ല, നേരിട്ട് വിളിച്ചാ പോലെ. ഫ്രണ്ടിനെ കൊണ്ടൊക്കെ വിളിപ്പിച്ച്. അല്ല, ഞാൻ വിളിപ്പിച്ചതൊന്നല്ല, ഓളെന്നെ വിളിച്ചത്. ഓളിനോട് ഇങ്ങോട്ട് പറഞ്ഞതാ നിക്കാതെ കഴിഞ്ഞാൽ പഠിക്കാൻ വിടാന് ഞാൻ ചോദിച്ചു നോക്കാന്നൊക്കെ. ഞാൻ കുറെ പറഞ്ഞതാ വേണ്ടാന്ന്, പക്ഷെ ഓള് സമ്മതിച്ചില്ല. എന്നിട്ട് ഓളെല്ലാം കൂടി എന്റെ തലേ കൊടുന്നിട്ട്. സത്യമായിട്ടും ഞാൻ പറഞ്ഞല്ലട്ടോ. ശരി. എന്നാ ശരി, ഞാൻ വെക്കാണ്. അല്ല, കോള് കട്ടിയാണോ? കുറച്ച് സമയം കൂടെ സംസാരിക്കണോ? വേണ്ട. ശരി, ഞാനേ ഇടക്കിടക്ക് അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ? വേണ്ട, വിളിക്കണ്ട. ശരി. എന്താണ് ഒരു കള്ളച്ചിരി? ആരപ്പോ വിളിച്ചേ? അത് ജബിലി. അല്ല, നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടല്ലേ കൊച്ചു കള്ളൻ. എന്റെ കാക്കനോട് പണ്ടെല്ലാം പറയുന്നു, പക്ഷേ ഈയിടായിട്ടൊന്നും പറയണില്ല. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. പോടാ അവിടുന്ന്. ഇത് നമ്പർ എക്സ്ചേഞ്ച് ചെയ്തൊന്നുമില്ല, ഓള് ഇങ്ങോട്ട് വിളിച്ചതാ. ശരിക്കും? കൊച്ചു കള്ളൻ. കാക്കാന്റെ ജബിലിക്ക് കുറച്ച് വകതിരിവ് കൂടുതലാന്ന് തോന്നണല്ലോ. അതെന്തേ? ഞാൻ നേരത്തെ കോൾ എടുത്തിട്ട് ഹലോ നോക്കും, ഓള് ഇങ്ങോട്ട് ഹലോന്ന്, ഞാൻ അങ്ങോട്ട് ഹലോന്ന്, ഓള് ഇങ്ങോട്ട് ഹലോന്ന്, ആൻഡ് റിപ്പീറ്റ്. വല്ലാത്തൊരു ഹലോ ആയി പോയത്. എടാ, ഇതിനാ ഇജെടുത്തപ്പോ ഓളെ ഫ്രണ്ട് നിന്ന് സംസാരിച്ചിന്ന്. അതിനൊരു അരപ്പിന് ലൂസാണെന്ന് എനിക്കും തോന്നി. നല്ല രസമുണ്ട് എന്തായാലും. അല്ല, എന്തോട് പറഞ്ഞി? അവക്ക് എന്തിന്റെ പിച്ചറിഞ്ഞി? ഓ, ഞാൻ ഒന്നും ചോദിച്ചില്ല. എന്റെ പൊന്നോ. എടി നാക്കാലി, അവിടെ നിക്കടി. ചെറുക്കണി പോണ എന്റെ ചെറിയ മോന്ത് ഞാൻ ഒന്നാക്കും. അത് കാരണം ഇപ്പൊ തന്നെ പഠിക്കാൻ വിടുന്നു പറഞ്ഞില്ലേ? പിന്നെ ഇപ്പൊ എന്താ ഇതിനെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ചെന്തടി പറഞ്ഞ ഞാൻ പറയിപ്പിച്ചതല്ലേ എത്തേണ്ടി. ഇതെല്ലാം ഇവിടെ കിട്ടുന്നത് തുള്ളിന്ന് ഞാൻ പറയണമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ മേത്ത് കിട്ടുക പന്നി. ഇങ്ങനെ ചൂടാവല്ലേ? എന്തായാലും നമ്മളെ കാര്യം സാധിച്ചില്ലേ? എന്നാലും ഇപ്പൊ സങ്കടം വരെ. ഞാൻ അത്ര എന്നോട് പറഞ്ഞ ആറാമിന്റെ പണി ഇടിക്കരുത് എന്ന്. എന്നിട്ട് പറഞ്ഞ ഞാൻ വിളിക്കാൻ പറഞ്ഞു. മുത്തേ ജബിലി, അന്നെനിക്ക് നഷ്ടപ്പെട്ടു എന്നാടാ ഞാൻ വിചാരിച്ചേ. ഞാൻ രക്ഷപ്പെട്ടു എന്നാ വിചാരിച്ചേ. എവിടെ പന്നി ഇടയിൽ കൂടെ ജിനിക്കിട്ടിട്ടുണ്ടാക്കുക അല്ലേ?
ചുമ്മാ എന്തായാലും ഇനി എൻ്റെ നിക്കായിന് ഞാൻ അടിച്ച് പൊളിക്കാണ്ടാവും. അല്ല അപ്പം അല്ലെങ്കിലോ ഞാൻ വരില്ലേന്ന് ഇജ്ജ് കരയല്ല കുട്ടി. എൻ്റെ സമയമാകുമ്പോൾ അനക്കുണ്ടാവും നിക്കാഹേ. അതിനെ കുറിച്ച് പാരാ പറഞ്ഞേ? എനിക്ക് നിക്കാഹിൻ്റെ കാര്യമൊന്നുമല്ല. ഇജ്ജ് നിക്കാഹം കഴിഞ്ഞ് പഠിക്കാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ ഇജ്ജ് ആലോചിച്ചൊക്കെയാണ്. അത് സമാധാനം കിട്ടിയിരുന്നു. അങ്ങനെ എന്നെ സമാധാനത്തേക്ക് എന്നെ സമ്മതിക്കൂലെങ്കിലോ കണ്ട കുശന് കൊണ്ടേ പോവൂ. കൊണ്ടേ പോവൂ ചേട്ട. എടാ എന്താണ് ഇങ്ങനെ കിടന്ന് കാറിന്? ഞാൻ അവിടെ ഉണ്ടേ. ഓ എന്നാ പിന്നെ ഉറക്ക വിളിയാക്കണ്ടേ? എന്തേ? അല്ല കാക്കപ്പോഴും വന്നില്ലല്ലോ. ഇല്ല, കാക്ക വന്നിട്ടില്ല. ചങ്ങായി സമയത്ത് ഇത് അവിടെ പോയി കിടക്കുക. എന്താ കാര്യം? മേനോച്ചിലത്തെ ചെക്കന്മാര് നിക്കാഹ് പറയാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ മൂത്ത ചെക്കൻ്റെ നിക്കാഹ് പഠിത്ത് അപ്പൊ പറയാൻ വരുന്നുണ്ട്. മറുപടി അവിടെ പോയി. ഞാനും ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് എല്ലാം സെറ്റാക്കി ഞാൻ ആ കാക്കാണെന്ന് വിളിച്ചോണ്ടിട്ടെ. കട റെഡിയാക്കിയേക്കാം. ഇല്ലെങ്കിൽ ഈ മനുഷ്യനത് അവിടെ പോയി, അല്ലെങ്കിൽ ആവശ്യം നേരത്തെ ചങ്ങായി വരെ കാണൂല. എന്നാ പിന്നെ വിളിച്ചു നോക്കി കൂടെയൊന്നുമില്ല കാന്റെ ഫോണിക്ക്. വിളിക്കാത്ത കേടൊന്നല്ലേ? എത്ര വട്ടം വിളിച്ചിപ്പോ സ്വിച്ച് ഓഫ് ആണ്. ആടി ഞാനും വിളിച്ചത്, അപ്പൊ സ്വിച്ച് ഓഫ് ആണേ. അതന്നെ പറയണേ. ആ ക്ലബിൽ ഉണ്ടായാ മതി. നീ തെരഞ്ഞു പോകാനൊന്നും നേരമില്ല. ചങ്ങായി സ്വിച്ച് ഓഫ് ഒക്കെ ആക്കി വെച്ചിട്ട് എവിടെ പോയി കിടക്കാനാവോ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? ഐഷിന്റെ മോളെ, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മടിച്ചേരാൻ നിന്നോട് ആരെങ്കിലും ചോദിച്ചു ഞാൻ കണ്ണും പൊട്ടി പറയുകയാന്നുള്ളത്. അവിടെ എനിക്കുള്ള തന്നെയാണ്. പക്ഷെ എന്തൊരു മടിച്ചാൽ ഞങ്ങൾക്കൊരു മടിച്ചിട്ട് ലോകത്ത് കണ്ടിട്ടില്ല. സത്യതാത്തോ എനിക്ക് നല്ല മടിയാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചീമുണ്ട ഒരു പാത്താടി ഇരുന്നു, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇങ്ങനത്തെ ഒരു സാധനം. അല്ല അതൊരു ബെല്ലടിക്കണേ. ഒരു വന്നോ അത്ര പെട്ടെന്ന്? പടച്ചറബി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് പോയി തുറന്നു കൊടുക്കൂ. അതെങ്കിലും വയ്ക്കും എനിക്ക്. അത് ഞാൻ തുറന്നെടുത്തോളാം. സന്തോഷം. എന്നാ പോയി തുറന്നെടുക്ക്. ടൻ ഇജോ ഞാൻ മാത്രല്ല ഇവളും ഉണ്ട്. അല്ല ഇത് ശരിക്കും എന്റെ പോലെ തന്നെ ഉണ്ടല്ലോ റോന. അതന്നെയല്ലേ ഞങ്ങളോടും പറഞ്ഞിന്ന്. ഹെഡീജ് പറഞ്ഞപ്പോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇവര് ശരിക്കും എന്റെ പോലെ തന്നെ ഉണ്ട്. രണ്ടാളും ഇടിവെട്ടി പോലെ നിൽക്കാതെ അങ്ങോട്ട് കയറി വന്നാണി. അല്ല താത്താനെ മോൻ കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു തോന്നുന്നുണ്ടല്ലോ. പ്രതീക്ഷിച്ചെന്നുള്ള നേരാണ്, പക്ഷെ നിങ്ങളല്ല. പിന്നെ ആരെയാണ്? ഇവിടേക്ക് വേറെ കുറച്ച് ആൾക്കാർ വരാന്ന് പറഞ്ഞിരുന്നു. ഫിദത്താത്തന്തേ? അതാ കിച്ചണില്. ഫിദത്താത്ത ഇജാ വന്നത്? ഓരാ വന്നാന്ന് വിചാരിച്ചിട്ട് നല്ല ജീവൻ അങ്ങോട്ട് പോയി. ഞാൻ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന്. ഞാൻ മാത്രല്ല, ഇങ്ങോട്ടൊന്ന് നോക്ക്. അല്ല പടച്ചോനെ, എടി മറവാ, ഇത് ശരിക്കും എൻ്റെ പോലെ തന്നെ ഉണ്ടല്ലോടി. അതന്നെ താത്തപ്പോ ഞാനും നെട്ടിത്തരിച്ച് നിൽക്കുക. സത്യം പറഞ്ഞ സിസ്റ്റേഴ്സ് ആണേ പറയുള്ളൂ കണ്ടാല്. മോളെ താത്ത കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് താത്ത വിശദീകരിച്ച് പരിചയപ്പെടാം. താത്ത ജോലി ചെയ്തോ? എടി എന്നാ പിന്നെ വാ, നമുക്ക് റൂമിൽ പോവാം. എന്തായി? നിങ്ങൾ എവിടെയെന്ന് മനസ്സിൽ നേരത്തെ? മോളെ ഞാൻ ആ ക്ലബില് നിനക്ക് പറയൂ ഒരു വരുന്ന്. എത്ര പൂർന്ന് വിളിച്ചെന്നറിയോ? എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക. അത് എങ്ങനെ സ്വിച്ച് ഓഫ് ആയെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല? എടി സത്യമായിട്ട് എനിക്കറിയില്ല എങ്ങനെ സ്വിച്ച് ഓഫ് ആയെന്നേ. അല്ല റോന ജോലി വന്നില്ല? ഓള് വന്നിക്കണ്. ഓള് മാത്രല്ല, ഓടെ കൂടെ അവിടെ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഒന്ന് പോവാക്കട്ടെന്നാ. മറവ, ഞാൻ അപ്പടെ ഒരു കാര്യം ഓർത്തേ. എന്താണ്? ഇജയ് ഫാദിനെ എൻ്റെ കൂടെ തന്നെ നടത്തിക്കട്ടാ. എന്തേ? അല്ലെങ്കിൽ ആ കുട്ടീനെ അങ്ങനെ പോയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നമാവും. പൊയ്ക്കാണിങ്ങള്. ശരിയാണല്ലേ, കണ്ട പഴം തെറ്റിദ്ധരിച്ചും പോവും. ഒരറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ വന്നത്? ഫാദിക്ക ഈ ചങ്ങായി അവിടെ പോയി കിടക്ക. ഫാദിക്ക നിങ്ങളെ എന്റെ കൂടെ നടന്നാ മതിയേ. എന്റെ കൂടെ എന്റെ കൂടെ തന്നെ നടന്നാ മതി. ഞാൻ പറഞ്ഞിട്ട് കേൾക്ക. എടി അതിനോട് കാര്യം പറഞ്ഞു കൊടുക്കടി. എടാ എന്താന്നറിയോ, ഇവിടെ റോണന്റെ ഫ്രണ്ട് വന്നിക്കണ്. അതിന് വലിയൊരു കാര്യമുണ്ട്. അതാണ് ഇപ്പൊ ഈ പറയണത്. ചേച്ചി തൊള്ള പോട്ട് ഞാൻ പറഞ്ഞരാ. അത് റോണന്റെ ഫ്രണ്ടിനെ കാണാൻ ഇവളെ പോലെ തന്നെ ഉണ്ട്. അതിനൊന്നും പോയി കയറി പിടിക്കാൻ നിൽക്കണ്ടേ, എനിക്ക് അടിയിട്ടു. ശരിക്കും? ആടാ കാക്ക പോലെ കാണാൻ പോയതാണ്. എവിടെ? മുകളില് റോണന്റെ റൂമില്. ഞാൻ പോയി നോക്കട്ടെ. പോയി നോക്ക്. താങ്ക് യു താത്ത, ഒരു അടിക്കുന്ന കേസിലാക്കി തന്നേന്. ഇപ്പൊ തൊള്ളം തുറന്ന് പറയൂല, മനുഷ്യനോട് പിന്നാലെ അടക്കാൻ പറയാം. ഒരു കാത്ത ഞാൻ പോയി നോക്കിട്ട് വരാം. എടി ഇപ്പൊ സമാധാനമായി എനിക്ക്. എനിക്ക് സമാധാന കുറവൊന്നുമില്ല. ആ കുട്ടീൻ്റെ ഒക്കെ ഒരു കടിയിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പോൾ അത് പറഞ്ഞു ഇതൊക്കെ ടാബിളിൽ കൊണ്ടൊക്കെ മേടിച്ചേ. ഞാൻ ചെയ്തോളാം. എന്നാ ചെല്ലേ.